ഒടുവിൽ ആ ദിവസം വന്നെത്തി. തിരഞ്ഞെടുക്കുന്ന വ്യക്തി നൽകിയിരിക്കുന്ന ഡേഞ്ചർ കോയിൻ പിടിക്കണം. ബസർ അടിക്കുമ്പോൾ കോയിൻ കയ്യിലുള്ള വ്യക്തി എതിർ ടീമിലെ അംഗങ്ങളെ ഓടിപ്പിച്ച് അവരിൽ ഒരാളുടെ ദേഹത്ത് കോയിൻ ഒട്ടിക്കുക. സംശയമൊന്നുമില്ലല്ലേ? സ്വാഭാവികം. തന്റെ വേലയല്ലേ ഇതെല്ലാം? സത്യം പറയണം. സത്യം പറയണോ? ആ പറയണം. വേണോ? കംപ്ലീറ്റ് കള്ളത്തരവാ. മാങ്ങാ തൊലി വെറുതെ മനുഷ്യന് വടിയാക്കാൻ. നിന്റെ വേഷം കെട്ട് എന്നോട് എടുക്കണ്ട. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. തിരിച്ചടിക്കണ ജാതി തന്നെ ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസായി. ഈ കൈ മുദ്ര കാണിക്കാൻ മാത്രമല്ല. നീ ഊച്ചാളി ഊച്ചാളിന്ന് കേട്ടിട്ടുണ്ടടാ പാരട്ടെ. നിന്റെ ധാരാവി എനിക്ക് ഇതാടാ ഇത്. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലട മോനെ. അവനെന്നെ അറിയില്ല, എന്റെ പഴയ സ്വഭാവമായിരുന്നു കേട്ടല്ലോ. എന്ത് കരഞ്ഞു കാലുപിടിക്കോ? ഞാൻ ചത്തു കിടന്ന് കളിച്ചിട്ടും രണ്ടു വഞ്ചി കാലിട്ട് നിൽക്കുന്നു. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. നീ കളിക്കുന്നൊക്കെ പറയുന്നത് കേൾക്കണം. ഞാനിവിടെ ചത്തു കിടന്ന കളിച്ചേ. എന്റെ ടീമും വേണം, എനിക്ക് സുഹൃത്തും വേണം. അത് രണ്ടു വഞ്ചി കാലാണെങ്കിൽ അതെ, ഞാൻ രണ്ടു വഞ്ചി കാലിട്ട് നിൽക്കുന്നവളാണ്. പ്രതികരിക്കൂ പെങ്ങളെ, പ്രതികരിക്കൂ. കൂടുതൽ തൊലിക്കല്ലേ? മതിയായ മനുഷ്യന്റെ മനസ്സമാനം മുഴുവൻ പോയി. ഈ നടക്കപ്പോറത് യുദ്ധം ചോറായി, എനിക്കിഷ്ടായി. വള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? പേര് പറയട്ടെ, എനിക്ക് നല്ല വൃത്തിയായ ഒരു തല്ല് കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു.